ഹായ്. നമ്മൾ രാവിലെ ഇറങ്ങി. ഇപ്പോൾ രാവിലെ സമയം 8 മണിയായി. 9 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്. നമുക്ക് പോവാം. എന്താ എന്താണ് തപ്പുന്നത്? ബാഗ് വെക്കാനാ? ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇവിടെ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ കൊച്ചിയിലൊന്നും കാണാത്ത ഒരു സിസ്റ്റം ഇവിടെ കണ്ടു. അതായത് ഇപ്പോൾ നമ്മൾ ആസ്റ്റർ മെഡിസിറ്റി അങ്ങനെയൊക്കെ പോകാൻ നമുക്ക് വാല പാർക്ക് ചെയ്യാൻ എക്സ്ട്രാ പൈസ കൊടുത്ത് വിടണം. ഇവിടെ അങ്ങനെ പൈസയൊന്നും മേടിക്കുന്നില്ല. ഇവർ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി മേടിച്ച് അവരുകൊണ്ട് പാർക്ക് ചെയ്യും. നമ്മൾ സാധാരണ വാല പാർക്ക് ചെയ്യുമ്പോൾ ഒരു സ്ലിപ്പ് തരും. തിരിച്ചു പോകുമ്പോൾ വണ്ടി അവർ കൊണ്ടുതരും. അല്ലെങ്കിൽ നമുക്ക് ആ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് എടുക്കാം. എങ്ങനെയായാലും നമ്മൾ പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിച്ച് പാർക്ക് ചെയ്ത് അങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇവർ തന്നെ അത് ചെയ്തു തരും. അതൊരു നല്ല സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. അതും എക്സ്ട്രാ പൈസയൊന്നും മേടിക്കാം. ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. ഇന്നലെ ശങ്കരനേത്രാലയിൽ പോയപ്പം അവരും അങ്ങനെ തന്നെയായിരുന്നു. വാല പാർക്കിംഗ് പോലെ തന്നെ അവർ തന്നെ കൊണ്ട് പാർക്ക് ചെയ്തു. അവിടെ പൈസയൊന്നും മേടിച്ചില്ല. ഇവിടെയും ഒന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതെന്തായാലും നല്ലൊരു സിസ്റ്റമാണ് കേട്ടോ. ഇന്നലെ ശങ്കരനേത്രയിൽ ഇരുത്തി വെറുപ്പിച്ചെങ്കിലും അങ്ങനെയുള്ള കുറേ പോസിറ്റീവ്സും സംഭവിച്ചായിരുന്നു. മിക്കവാറും ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഇരുത്തി വെറുപ്പിക്കലുണ്ടെന്ന് പറഞ്ഞു. ചെന്നൈയിൽ എന്തായാലും നോക്കാം. അവർ ടിക്കറ്റ് എടുക്കുക, ടോക്കൺ എടുക്കുക. ഇതുണ്ടോ? ഇത് കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്ന കേട്ടോ. ഇത് കണ്ണാശുപത്രി പോയവർക്കൊക്കെ അറിയാം. അല്ലാത്തവരാരും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുക. അന്നേരം കണ്ടതാ ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ എന്ത് പരിപാടിയൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അല്ല, ഇന്ന് വാല പാർക്കിങ്. ഇതുണ്ടോ? ഇത് പാൽപത്രി. ഇതിവിടെ കണ്ടതാണ്. ഇനി നമ്മുടെ കേരളത്തിലെ കേസാണ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല കഴിച്ച സ്നാക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി. ഇത് മുട്ടയും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി സാധനം. അപ്പോൾ ഞാനിവിടെ ചായ കുടിക്കാൻ വന്നതാണ്. ഇന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് കാണിച്ചു തന്നതാണ്. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വെക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ. ചില സിനിമകളിലൊക്കെ കാണുന്ന സിറ്റിയുടെ രാത്രി കാഴ്ചകളിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കൂലേ, അതേപോലെ. ഇങ്ങനെ ഈ ബാൽക്കണിയിലൊക്കെ നിന്ന് ആൾക്കാർ സംസാരിക്കുമ്പോൾ വണ്ടികളൊക്കെ പോകുന്ന ഇതെങ്ങനെ കാണിക്കില്ലേ, അതേപോലെ ഉണ്ട്. ഞാനിവിടെ ബാൽക്കണിയിൽ വെറുതെ കൂടെ വന്നതാണ് ചുമ്മാ. അപ്പം കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വെച്ച്. അങ്ങനെ ഇത് ഗംഗാ സ്വീറ്റ്സ്, ചെന്നൈയിൽ അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ളൊരു സ്വീറ്റ് ഷോപ്പാണ്. ഇവിടുന്ന് നല്ല നല്ല സ്വീറ്റ്സ് കിട്ടും. ഇവിടെ ഞങ്ങൾ ചുമ്മാ ഒന്ന് വന്നതാണ്. ഈ ഹോസ്പിറ്റലിൽ താമസിക്കുന്ന വീട്, വീണ്ടും ഹോസ്പിറ്റലിൽ താമസിക്കുന്ന വീട്, പിന്നെ ഫുഡ് കഴിക്കാൻ വല്ല ഹോട്ടലിലും പോയാൽ അവിടെ. ഇത് മാത്രമല്ലേ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചെന്നൈ വന്നിട്ടൊരു ഓർക്കാൻ. അതാ ഇവിടെ. കൊള്ളാം. ഇഷ്ടം. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ പേരൊന്നും വാങ്ങിക്കാൻ അറിയത്തില്ല. എന്തൊക്കെയോ ഈ കാണുന്ന ഒക്കെ സ്വീറ്റ്സാണ്. അല്ല, ഇവിടെ തമിഴ്നാട് ചെന്നൈയിലുള്ള സ്കൈ വൺ, പണ്ട് സ്കൈ വോക്ക് ആയിരുന്നു, ഇപ്പോൾ സ്കൈ വൺ എന്ന് പറഞ്ഞൊരു മോളിൽ വന്നാണ്. PVR മൂവി, കുടുംബസ്ഥൻ, തമിഴ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. മൂന്നാം തോന്നുന്നുണ്ട് തിയേറ്ററിലേക്ക് എൻട്രൻസ്. നമുക്ക് 10:34 ഷോ സമയമായിട്ടില്ല. അങ്ങോട്ടേക്കല്ല, വേറെ സൈഡിലേക്ക് വരുന്നത്.
എൻട്രൻസ്, ഇതാണ് എൻട്രൻസ്. നമ്മുടെ ലുലുവിലൊക്കെ ഉള്ള പോലെ തന്നെ. ഓ, ഇങ്ങനെ ചെക്കിംഗ് ഉണ്ടോ? ഓ വീടാനെ. ഇതാ 4 സ്ക്രീനാന്ന് തോന്നുന്നു കേട്ടോ ഉള്ളത്. അല്ല 7 വരെ ഉണ്ട് കേട്ടോ. 7, 6 അവിടെ അത്യാവശ്യം വലിയ സ്ഥലമുണ്ട്. ലുലുമാളിൽ എപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ പരിശോധന. പമ്പരം പോലത്തെ സ്ഥലങ്ങളിലെ നല്ല മേൽക്കൂരല്ലേ. അയ്യട സൂം ചെയ്ത് കാണിച്ചതേ കണ്ട. എടാ ഇത് മൂവി സ്റ്റാർസിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഓ മൈ ഗാഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരിലൊക്കെ കൂട്ടത്തിലുണ്ടോ നോക്കട്ടോ. ഏ ബോയ്, ഇവിടെ കൊച്ചിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നന്നായിരിക്കാം. കൊള്ളാല്ലേ. അങ്ങനെ ആ മോള് നിറച്ചുകൊണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അല്ലേ. ഉണ്ടോ കൊള്ളാല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുടുംബസ്ഥൻ എന്ന സിനിമയാണ് നമ്മൾ കാണാൻ പോയത്. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. തമിഴ് മൂവിയാണ്. എന്താ പറയുക, അത്യാവശ്യം കോമഡിയൊക്കെയുള്ള ഒരു മൂവി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ആയാലും ഒക്കെ കിട്ടുവാണ്. നമ്മുടെ കേരളത്തിലും കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ പോയി കാണാൻ. തമിഴ് സിനിമയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഒരു ഫാമിലി എൻ്റർടൈനർ അങ്ങനെ. ഓക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങളൊന്നും പറയുന്നതെന്ന് വെച്ചാൽ ഫൈനലായിട്ടില്ല. ഒരു ഫൈനൽ ഡിസിഷൻ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ എന്ത് പറഞ്ഞു, എന്തിനാ ഹോസ്പിറ്റലിൽ വന്നേ, അങ്ങനെയൊന്നും പറയാത്തത്. എന്തായാലും ചെന്നൈയിൽ നിന്ന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് പോയി ഉടനെ കൊച്ചി എത്തിയിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ നമ്മൾ അറിയുമല്ലോ. അത് അറിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം.